അമ്മ ഞാൻ കൊറേ നേരം നോക്കുന്നത്. എന്നാ പണിയെടുക്കുന്നത്? നീ കൊറേ സമയം വിളിക്കുന്നേ. ആ, ഞാനിവിടെ ആലന്റെ അപ്പുറത്തല്ലേ ചേനേന്റെ അരിയാൻ വേണ്ടിട്ട്, ഉപ്പേരിയാക്കാൻ വേണ്ടിട്ട്. ആ, ഇത് നട്ടതല്ലേ? നല്ല ചേനന്റെ കൊറേ ചേന ഇപ്രാവശ്യം നട്ടു. നമ്മളെല്ലാ കൊല്ലം നടലുണ്ടല്ലോ. ഇപ്രാവശ്യം നട്ട് അതിന്റെ ഇല കുറച്ച് ഉപ്പേരിയാക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കർക്കിടക മാസല്ലേ, അപ്പൊ ഈ ചേനേന്റെ അരി നല്ലതാണ്. ഈ മാസം കഴിഞ്ഞ് മഴ നിന്ന് കഴിഞ്ഞാല് ചേനേന്റെ ഇല അത്ര ഉപ്പേരിയാക്കാൻ ചൊറിയും ചിലർക്ക്. ഇപ്പം ചൊറിയൂല, ചൊറിയില്ല. മഴ നിന്ന് കഴിഞ്ഞാലാണ് ചൊറിയ. മഴയില്ല സമയത്ത് ഇത് ഉപ്പേരിയാക്കാം. ഇപ്പൊ മുരിങ്ങയിലും കർക്കിടക മാസം അങ്ങനെ ഉപ്പേരി വെക്കൂല. അത് കഴിഞ്ഞാൽ മുരിങ്ങയില ഉപ്പേരി വെക്കാൻ പറ്റും. ചിങ്ങമാസമായി കഴിഞ്ഞാൽ, കർക്കിടകം കഴിഞ്ഞാല് ചിലവര് 16-ാം നാൾ കഴിഞ്ഞാല് മുരിങ്ങയില ഉപ്പേരി വെക്കും. പക്ഷെ നമ്മള് വെക്കലില്ല. വെയിലാന്നല്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. മഴയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല വെയില്. എല്ലാവർക്കും തുണിയെല്ലാം അലക്കിയാല് എല്ലാം ഉണങ്ങി കിട്ടും. നല്ല കാലാവസ്ഥ. കൊറേ മഴ പെയ്ത് എല്ലാവർക്കും നല്ല കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ആയില്ലേ. അതൊരു സങ്കടം. ഞാൻ ആടെ പുറത്തിറങ്ങുന്നുണ്ട്. എൻ്റെ അപ്പുറത്ത് പുറത്തിറങ്ങുന്നു. എടാ ചേനേൻ്റെ ഇലയെല്ലാം വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മുറിച്ച് അരിഞ്ഞെടുക്കുക. വൃത്തിയിൽ ആദ്യമേ കഴുകി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിയാം. ഇതിന് വെന്താവുമ്പോ ഈ അളവ് കുറയുവാ? ഇല്ല, അങ്ങനെ അളവ് കുറയുന്നില്ല. ചേനേൻ്റെ ഇല ഉപ്പേരി ആവശ്യത്തിനുണ്ടാവും. അധികം അങ്ങ് ഇതാവുന്നതല്ല. ചേനക്ക് വെള്ളം ഒഴിക്കും. അതിനകത്ത് വെള്ളം ഒഴിക്കണ്ട. ഇത് നല്ല വറവിലിട്ടിട്ട് ഇളക്കി ഉപ്പുകളിട്ട് ഇളക്കി കഴിഞ്ഞാൽ തിളക്കുമ്പോൾ നല്ല വെള്ളം വരും. ഇതിന് ആവശ്യത്തിന് വെള്ളം വരും. വെള്ളം തുള്ളി പോലെ ഒഴിക്കണ്ട. കുറച്ച് ഇങ്ങനെ കൊടയോ ഒന്നും വേണ്ട. ഒന്നും കൂടെയും വേണ്ട. ഇനി ആ തണ്ടിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? തണ്ടിനെ കൊണ്ടാക്കാൻ പറ്റും. ചേന കളക്കുന്ന സമയത്തെല്ലാം അതിന്റെ തണ്ടുണ്ടാവില്ലേ, അപ്പൊ ആ തണ്ടെടുത്തിട്ട് മോര് കറിയാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാളം വെക്കാം. അത് ചേന കുഴിച്ചെടുത്തതിന് ശേഷം? ചേന അടിച്ചതിന് ശേഷം മൂത്തതിന് ചേന കളക്കുമല്ലോ, ആ സമയത്ത് കുരുമുളക് ഇട്ടിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക് ഇതെല്ലാം അടിച്ചിട്ട് കാളം വെക്കാം. മോര് കറി എല്ലാം വെക്കാൻ പറ്റുമോ? ചേനയുടെ ഒന്നും കളയാനില്ല. ഇല വെക്കാം, ചേന കൂട്ടുകറി വെക്കാം, കാളം വെക്കാൻ എടുക്കാം, ഇല ഉപ്പേരി എടുക്കാം. നമുക്കൊരു സദാക്കാട്ടോ. ഒന്നും കളിയില്ല. എല്ലാം നല്ല സാധനം തന്നെ. ചേനേൻ്റെ ഇലയെല്ലാം എനിക്ക് ഇല മുറിക്കുമ്പോ ഒന്നും ചൊറിയുന്നില്ല. പക്ഷെ ചേന മുറിക്കുമ്പോ എനിക്ക് ചൊറിയും. ഇതിങ്ങനെ ആർക്കും ചൊറിയില്ലല്ലോ അന്നേരം? ഇല്ല, ചിലവർക്ക് ചൊറിയില്ല. അലർജി പ്രശ്നങ്ങളില്ലവരിക്കെല്ലാം ചൊറിഞ്ഞു വരും. പക്ഷെ ഇല മുറിക്കുമ്പോ എനിക്ക് ചൊറിയുന്നില്ല. പക്ഷെ അമ്മക്ക് സാധാരണ എല്ലാം അലർജി ഉള്ളതല്ലേ? അതെ, പക്ഷെ ചൊറിയുന്നു. ചേന മുറിക്കാൻ പറ്റില്ല എനിക്ക്. ചേന മുറിക്കാൻ ചൊറിയും. ഞാൻ അമ്മമ്മേനെ കൊണ്ടാ മുറിപ്പിക്കല്. എനിക്ക് ചൊറിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് ചേനയും ഈ ഇലയെല്ലാം അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ചൊറിയില്ലെന്ന് പറയും. അത് ചില ആൾ ചേന മുറിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്ത് വേഗം കത്തുന്ന തീയിലിടും. അപ്പോൾ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് ചൊറിയില്ല. അത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ശരിക്കും തന്നെയാണോ? ആ, ശരിക്കും അത് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് അടുപ്പിലിടാലോ? അങ്ങനെ ഇടും ചിലര്. ഇതിപ്പോ നമ്മൾ ഉപ്പേരി ചൊറിയുന്നവർക്കാണെങ്കിലും ഇത് അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ചൊറിയില്ല. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അതിൽ തേക്കും ഒരാൾ. ഉപ്പേരി വെക്കാനില്ല. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് അരി ഇട്ടെടുക്കാം. അരിയെല്ലാം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തേങ്ങ കുറച്ച് വെച്ചു.
നമ്മളിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് തിളക്കുമ്പോൾ വരുന്ന ആ വെള്ളത്തിൽ ഇത് വെന്തിട്ട് ഒട്ടും വെള്ളം വേണ്ട. ഉപ്പ് ഇട്ട് കൊടുക്കും. നമ്മളത് അടച്ച് വെക്കണം, എന്നാൽ മാത്രമേ വേഗം വന്ന് കിട്ടുള്ളൂ. അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാണ് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളകും ചതച്ചിടാം. ചിലവർ തേങ്ങയിലിടില്ല, പക്ഷെ തേങ്ങ ഇടയില്ല. ചീര ഉപ്പേരി, ചേനയില ഉപ്പേരിയിലൊന്നും തേങ്ങ ഇടില്ല. തവര ഇലയിലെല്ലാം കുറച്ച് തേങ്ങ ഇടും. തവരയില, മുരിങ്ങയില അതിലും കുറച്ച് തേങ്ങ ഇടില്ല. പക്ഷേ ഇത് രണ്ടിലും തേങ്ങ ഇടയില്ല. ഇത്രയും സാധനമല്ല ഇതിന് വേണ്ട. ഇനി പൊടികളും മഞ്ഞപ്പൊടി ഒന്നും വേണ്ടല്ലോ. വേണ്ട, മഞ്ഞപ്പൊടി ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. വിഷാംശമില്ലാത്ത നല്ല സാധനമാണ്. ഇപ്പം മഞ്ഞപ്പൊടിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചിലവരെല്ലാം ഇടുന്ന കാണുന്നുണ്ട്. വേണ്ട, ഞാനിടയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ. തിളക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നല്ലേ. വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചതിലിട്ട് കൊടുക്കുക. നമ്മളെ ഉപ്പേരിയെല്ലാം റെഡിയായി. ഗ്യാസ് ഓഫാക്കി. എല്ലാവരും ഇനി ചേനയില ഉണ്ടെങ്കിൽ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. ഉപ്പേരി ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.